ഞങ്ങളായിരുന്നു ഫസ്റ്റ് എപ്പോഴും ട്രാവൽ ചെയ്യണം. ഇപ്പം ഞങ്ങൾക്കൊരു കുന്നാപ്പി ഉണ്ട്. ഞാൻ കൂടെ ഓടണോ? ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് മിക്കേനെ കൊണ്ട് കെയ്ൻസിലെ ബട്ടർഫ്ലൈ സാങ്ച്വറി വന്നേക്കുവാണ്. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കെയ്ൻസിൽ. മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് മിക്കേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ന് മഴയുള്ള ദിവസം, അപ്പം എന്തെങ്കിലും ഇൻഡോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മിക്ക നല്ല ഗ്രാൻഡ് വെൽക്കമിങ് ആയിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയ സ്ഥലത്ത് ഇതേപോലെ ഒരു കുഞ്ഞ് ഷോപ്പ് ഉണ്ടായി. നിറയെ ബട്ടർഫ്ലൈസിൻ്റെ ടീഷർട്ട്സ്, കീ ചെയിൻ, ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ എല്ലാം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ആ ഒരു കുഞ്ഞ് സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാർഡൻ ആണെങ്കിലും ആ ഒരു കുഞ്ഞ് ഫൗണ്ടൻ ആണെങ്കിലും എല്ലാം ആ ഒരു ഹാബിറ്റാറ്റ് അവർ നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് ഈ ചിത്രശലഭങ്ങളൊന്നും പറക്കണില്ലെന്നേ. എല്ലാവരും ഈ പമ്മി പതുങ്ങിയിരിക്കുക. പിന്നെ അവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ബട്ടർഫ്ലൈസിന് അറ്റ്ലീസ്റ്റ് 25 ഡിഗ്രീസ് വേണം ഇവരൊന്ന് പറക്കണമെങ്കിൽ. ഞങ്ങൾ പോയത് മഴയത്താ, തണുപ്പല്ലേ. Pick a butterfly. പാവല്ലേ. അങ്ങനെ ഇറങ്ങണ വഴിക്ക് ഒരു ചെറിയ മ്യൂസിയം പോലെ ഒരു എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായി. നിറയെ ബട്ടർഫ്ലൈസ് അവിടെ ഉള്ളതും ഇല്ലാത്തതും അവിടെ ഉണ്ടായിരുന്നതും എല്ലാം വെച്ചിട്ട്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബേർഡ് വേൾഡിലേക്ക് പോയി. അവിടെ നിന്ന് തൊട്ട് താഴെ മിക്കയുടെ തൊപ്പിയൊക്കെ ഊരിക്കൊടുത്ത. അവൾക്ക് ഇഷ്ടമല്ല തൊപ്പി വെക്കണേ. ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടാ, കടകളൊക്കെ അടവായിരുന്നേ. ഇനി മഴ ആയതുകൊണ്ടാണോ അതോ ഇനി അവിടെ ആ ദിവസം തുറക്കാത്തതാണോ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ ബേർഡ് വേൾഡ് എത്തി.
ഇത്രയും കിളികളുണ്ടായിട്ടും എൻ്റെ ആസിക്ക് അവിടെ താറാവിനെ ഇഷ്ടപ്പെട്ടുള്ളൂ. ഈ ഒരു ബേർഡിന്റെ പേര് കസവരി എന്നാണ്. ഇത് കെയ്ൻസിലെ ഭയങ്കര ഫേമസ് ബേർഡാണ്. ഇവരിവിടുത്തെ റെയിൻ ഫോറസ്റ്റ് നിലനിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഇവര് ഏറ്റവും അപകടകാരികളായ പക്ഷികളിൽ ഒന്നാണ്. ഞാൻ ആ ശകുന്തളനെ പോലെ നിൽക്കണുണ്ടല്ലോ, ആ കിളീനൊന്ന് എൻ്റെ മേത്ത് വരുത്താൻ വേണ്ടിയിട്ടാണ്. കൊടുത്തില്ലല്ലോ ഞാൻ മുതൽ ഫോളോ നടന്നൊരു ഫോളോ മുതൽ ഫോളോ. നീ നോക്കണ്ട, അതൊരു ഇവനാണ് എന്നെ കൊത്താൻ വന്നത്. എന്നിട്ട് എന്റെ കെട്ടിയാണ് അവൻ ഫുഡ് കൊടുക്കുന്നത്. ആ റൈറ്റ് സൈഡിൽ ഇരിക്കണ ചിറക് വിടർത്തുക. അപ്പോഴേക്കും ഞാൻ സ്കൂട്ടായി അവിടെ നിന്ന്. കറക്റ്റ് ഞങ്ങൾക്ക് പറ്റിയൊരു മഞ്ഞ കുഞ്ഞു കിളീനെ കിട്ടി. പാവം. അതിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മിക്ക അലമ്പാവാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. മിക്കയ്ക്ക് വിശന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ മുട്ടയും ചോറും മിക്കയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാളൊന്ന് കഴിക്കണം നോക്കൂ. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മുടെ റിസോർട്ടിന് അടുത്തുള്ള ഒരു ബീച്ച് സൈഡിൽ വന്ന് കുറച്ചു നേരം നടന്നു. ചില്ല് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ശരി, ബൈ.